പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണത്. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്താം. ഞാൻ ശ്രീ മൂവീസ് സോമൻപിള്ള, മാറ്റ്നി നൗവിൻ്റെ പാർട്ട്ണറാണ് ഞാൻ, മിസ്റ്റർ അജിത്ത്. ഞങ്ങൾ 2 വർഷങ്ങൾക്ക് മുമ്പ് അപ്പച്ചൻ സാറുമായിട്ട് ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുകയും അതിന് മുമ്പായിട്ട് ഞങ്ങൾ മലയാളത്തിൽ ആദ്യമായിട്ട് റീസ്റ്റോറും റീമാസ്റ്ററും ചെയ്ത് സിനിമ ഇറക്കുന്ന ഒരു സംവിധാനം തുടങ്ങി. അതിൽ നിന്ന് ഒരുപാട് ആൾക്കാരുടെ പ്രചോദനം കിട്ടി. അങ്ങനെ പഴയ സിനിമ എന്തുകൊണ്ട് നിങ്ങൾക്ക് റീസ്റ്റോറും റീമാസ്റ്ററും ചെയ്ത് ഇറക്കിക്കൂടാ? ഞങ്ങളെ പോലെയുള്ള 10-35 വയസ്സുള്ള ആൾക്കാർ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പല ലാബിലും പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് പല പടത്തിൻ്റെയും നെഗറ്റീവും മറ്റുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മണിച്ചിത്രത്താഴ് എങ്ങനെയും ഞങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റേജ് പ്രശ്നമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി. അതിപ്പോൾ ഞങ്ങൾ 4K ഇത് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാം നിർമ്മാതാവായ ശ്രീ അപ്പച്ചൻ സാറ് പറയുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ അപ്പച്ചൻ സാറിൻ്റെ ഗുരുനാഥനാണ് ഫാസിൽ സാറ്. സ്ഥലത്തെത്തുമെന്ന് പറഞ്ഞതാണ്, ചില സാങ്കേതിക കാരണത്താൽ വന്നില്ല. അദ്ദേഹവും ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് താമസിയാതെ തന്നെ നിങ്ങളെല്ലാവരെയും വിളിച്ച് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. മണിച്ചിത്രത്താഴ് സിനിമ 31 വർഷം മുമ്പ് റിലീസായ ഒരു സിനിമയാണ്. അപ്പോൾ ഒരു 25 വയസ്സുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല, TV-യിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് രണ്ടാമതൊന്ന് റിലീസ് ചെയ്ത് കൊള്ളാം എന്ന് ആലോചിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ സോമൻപിള്ള ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും അപ്പോൾ നല്ലൊരു ആശയമാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഞാനും കൂടെ ചേർന്നിട്ടാണ് ഇത് രണ്ടാമത് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം കാലം കഴിയും തോറും അതിൻ്റെ ഇതിവൃത്തത്തിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം മനുഷ്യ മനസ്സുകളുടെ ഒരു കഥയാണ് അതിൽ പറയുന്നത്. അന്ന് തന്നെ ഇത് ഇറങ്ങിയ കാലത്ത് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ 366 ദിവസം റെഗുലർ ഷോ കളിച്ച ഒരു സിനിമയാണ്. അത് 93-ലെ നാഷണൽ അവാർഡ്, ഫാസിൽ സാറിന്, സംവിധായകൻ ഫാസിൽ സാറിന് അവാർഡ്, എനിക്ക് അവാർഡ്, ശോഭനയ്ക്ക് ഉർവശി അവാർഡ്, ദേശീയ പുരസ്കാരമാണ്. അപ്പം അങ്ങനെ അംഗീകാരങ്ങളുള്ളൊരു സിനിമയും ജനങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഓടുക. ഒരു വർഷം ഒരു തിയേറ്ററിൽ ഓടിയ സിനിമകൾ വളരെ കുറവാണ്. ഒരു വർഷം ഈ ശ്രീകുമാർ തിയേറ്ററിൽ 366 ദിവസം റെഗുലർ ഷോ ആയിരുന്നു. 4 ഷോ വെച്ചാണ് ആ സിനിമ കളിച്ചത്. ആ സിനിമ അതിനുശേഷം ജനിച്ച ആൾക്കാരുണ്ടല്ലോ 93-ന് ശേഷം, ആ ആൾക്കാർക്ക് ഒന്ന് തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ കണ്ടാൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതിൻ്റെ ഇതൊരിക്കലും പുതുമ, മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം പുതുമ നഷ്ടപ്പെടാത്ത ഒരു ഇതിവൃത്ത കഥാതന്തുവാണ് ഈ സിനിമ പറയുന്നത്. അതേപോലെ അതുല്യ പ്രതിഭ ആയിട്ടുള്ള ഡയറക്ടറാണ് നമുക്കറിയാം ഫാസിൽ സാർ. അദ്ദേഹത്തിൻ്റെ 3 വർഷം കൊണ്ടാണ് അദ്ദേഹം മധുമുട്ടവും അദ്ദേഹം കൂടി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അതൊന്നും അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും സാധാരണ സിനിമയുടെ കഥ എങ്ങനെ പെട്ടെന്ന് എഴുതി ഉണ്ടാക്കുക, അങ്ങനെയല്ല. ഇത് 3 വർഷം എടുത്തു ഫാസിൽ സാറും മധുമുട്ടവും അതിൻ്റെ കഥ ഡിസ്കസ് ചെയ്ത് ഈ സിനിമ സ്ക്രിപ്റ്റാക്കി എടുക്കാൻ വേണ്ടി. അതേപോലെ അതിൻ്റെ സിനിമയുടെ കാസ്റ്റിങ്, മോഹൻലാൽ, ശോഭന, അതിൽ കൂടെ അഭിനയിച്ച മൺമറഞ്ഞുപോയ കലാകാരന്മാരുണ്ട്. അവരെയൊക്കെ ഒന്ന് വീണ്ടും ഓർമ്മിക്കാനും പുതിയ തലമുറയ്ക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താനും ഉള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാബുച്ചേട്ടൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയാതെ, ഇതിൻ്റെ അന്ന് മുതലുള്ള എല്ലാ പരസ്യ കാര്യങ്ങളും ഇതിൻ്റെ ഡിസൈനും ഒക്കെ ചെയ്തതെന്ന് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറയുന്നത് വീണ്ടും കാണാനും വീണ്ടും അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം
ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ എന്നാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിനോട് അനുഭവപ്പെട്ടു. അപ്പച്ചൻ സാറ് പറഞ്ഞത് വളരെ സത്യമാണ്. 31 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു പടത്തിൻ്റെ ഡിസൈൻ വീണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. ഒരു റെയർ ചാൻസായിട്ട് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല, ഫാസിൽ സാർ പ്രത്യേകം പറഞ്ഞു അത് സാബുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു എന്നാണ് സോമൻ എന്നോട് പറഞ്ഞത്. അതും വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഒരു പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് പോസ്റ്റർ ഡിസൈനർക്ക് മാത്രമാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്ക് പല പ്രാവശ്യവും മാറ്റിമറിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിച്ച ടെക്നീഷ്യൻസിന് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് വീണ്ടും അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത്. അന്ന് ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരുപാട് സഹപ്രവർത്തകർ ഇന്ന് പലരും ഇല്ല. ഒരുപാട് പേർ ഓർമ്മപ്പൂക്കളായി മാറി. പിന്നെ 31 വർഷം മുമ്പ് ഈ പടം ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ പടത്തിൻ്റെ പേര് മണിച്ചിത്രത്താഴെന്നാണ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ എഴുതാൻ ഏൽപ്പിക്കുമ്പോൾ എന്താണ് മണിച്ചിത്രത്താഴ്, അതെങ്ങനെ ഇരിക്കും, അതെന്ത് സാധനമാണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ഒരന്വേഷണത്തിൽ ഈ പടത്തിനകത്ത് ഉപയോഗിച്ച ഒരുപാട് പ്രോപ്പർട്ടീസ് എറണാകുളത്തുള്ള വളരെ പ്രായമുള്ള ഒരാൾ ഒരു പഴയ ഇല്ലോ മനമെല്ലാം പൊളിച്ച് അത് പീസാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ നിന്നായിരുന്നു മണി സുചിത്ര ആർട്ട് ഡയറക്ടർ ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് എടുത്തതെന്ന് അറിഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി. അപ്പോൾ അയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 3 നില വീടിൻ്റെ മുറ്റം മുഴുവനും ടർപ്പോളിട്ട് പന്തൽ പോലെ ആക്കിയിട്ട് കുറേ ആശാരിമാരിരുന്നിട്ട് പൊളിച്ച മനയുടെ പല ഭാഗങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്ന സീനാണ് കണ്ടത്. ഈ 3 നിലയിലും കംപ്ലീറ്റ് ഈ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ ആൻറ്റീക്സ് പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ അയാളുടെ പെർമിഷൻ എല്ലാം വാങ്ങിച്ചിട്ട് ഇത് മൊത്തം കയറി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മണിച്ചിത്രത്താഴ് എന്താണെന്ന് മനസ്സിലായതും ആദ്യമായിട്ട് കാണുന്നതും. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ബ്രാസിൻ്റെ തിളക്കമുള്ള മണിച്ചിത്രത്താഴുകളായിരുന്നില്ല അവിടെ കണ്ടത്. തുരുമ്പെടുത്ത ഇരുമ്പിൽ ചെയ്ത ഒരുപാട് വർഷം പഴക്കമുള്ള തടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്ത ഒടിഞ്ഞ പീസുകളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ മണിച്ചിത്രത്താഴുകളാണ് അവിടെ കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഷേപ്പുള്ളൊരു സാധനം എടുത്തുകൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് തുരുമ്പെല്ലാം മാറ്റി അതിൻ്റെ പുറത്ത് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് സൂര്യ ജോണിൻ്റെ സ്റ്റുഡിയോയിൻ്റെ മതിലിൽ പിടിച്ചിട്ട് ഒരു 430-യുടെയൊക്കെ വൺ സൈഡ് ലൈറ്റിൽ അതിൻ്റെ പ്രൊജക്ഷനൊക്കെ വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിട്ടാണ് ഈ ടൈറ്റിലിൻ്റെ പിൻപിൽ അത് പ്ലേസ് ചെയ്തത്. പക്ഷേ അതൊരു വലിയ ട്രെൻഡായിട്ട് മാറണമെന്ന് അന്ന് വിചാരിച്ചില്ല. അതിനുശേഷം എത്രയോ വലിയ വീടുകളുടെ 31 വർഷം മുമ്പ് മുതൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ഫർണിച്ചറും ആക്സസറീസൊക്കെ വയ്ക്കുന്ന കടകളിലെ ബ്രാസിൻ്റെ മണിച്ചിത്രത്താഴ് കണ്ടു. ഞാനിന്നിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മെയിൻ ഡോറിൽ മണിച്ചിത്രത്താഴ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു നിമിത്തം പോലെ തോന്നി. എന്താണേലും ഈ ചിത്രത്തിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്യാനും ഇതിൽ പങ്കാളിയാകാനും അവസരം ഉണ്ടാക്കി തന്ന അപ്പച്ചൻ സാറിനോടും സോമനോടും ഫാസിൽ സാറിനോടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വളരെ ഫേവറേറ്റായ സിനിമകളിലൊന്നാണ് മണിച്ചിത്രത്താഴ്. ഞാൻ ഈ സിനിമ ആദ്യം കാണുമ്പോൾ ഞാനൊരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. അപ്പോൾ അന്നോട്ട് തന്നെ എന്നെ ഒത്തിരി ഫാസിനേറ്റ് ചെയ്തൊരു സിനിമയാണത്. പിന്നീട് ഞങ്ങൾ ഈ ഒരു സംരംഭം മാഗ്നോ എന്ന സംരംഭം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു സിനിമ അതിൻ്റെ എല്ലാവിധ സാങ്കേതിക മികവോടുകൂടി അത് സൗണ്ട് ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ ആ ക്വാളിറ്റിയിൽ എനിക്ക്
പേഴ്സണലി എനിക്ക് കാണണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും കാണാൻ അവസരം കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇത് 4K റെസൊല്യൂഷനിലും അതിൻ്റെ വീഡിയോ, അതിനോടൊപ്പം തന്നെ ഫുൾ ഡോൾബി അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ ശബ്ദം മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് വിൽ ബി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പിന്നെ എന്താണെന്ന് പറയണമെന്ന് വെച്ചാൽ ഈ സിനിമ ഒത്തിരി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി വലിയ റീച്ച് ആ പടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു ക്രാഫ്റ്റിൻ്റെയോ അതിൻ്റെ ഒരു പൂർണ്ണത ആ റീമേക്കുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മലയാളം സിനിമയ്ക്ക് ഒത്തിരി പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഈ സിനിമയുടെ ക്വാളിറ്റി, നമ്മുടെ മലയാളം സിനിമയുടെ ക്വാളിറ്റി മലയാളികളല്ലാത്തവരും കൂടി അക്നോളജ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാവ, സൈന വീഡിയോ. ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ ഇറങ്ങി 2.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ CD ആദ്യമായിട്ട് മലയാളത്തിലെ ഫസ്റ്റ് CD ആണ് മണിച്ചിത്രത്താഴ്. അത് ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇന്നും ഇന്നും ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ CD മണിച്ചിത്രത്താഴ് തന്നെയാണ്. അതിന് ഞാൻ അപ്പച്ചൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുകൂടാതെ ഈ സിനിമ എക്കാലത്തും വീഡിയോ ഫീൽഡിൽ നിന്നല്ല, ഇപ്പോൾ ഇൻ്റർനെറ്റിലായാലും അല്ലെങ്കിൽ 4K ഇപ്പോൾ വരുന്ന ഏറ്റവും മാക്സിമം കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ 4K അറ്റ്മോസിൽ ഇന്നത്തെ ജനറേഷന് കാണാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം അത്രയും ക്വാളിറ്റി ഇതുവരെയും വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട സോമനും ഈ പറഞ്ഞ മറ്റേ എല്ലാവർക്കും, ഇതിൻ്റെ ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയും. അടുത്തതായി ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ശ്രീ സാവു സാറ് അപ്പച്ചൻ സാറിന് കൈമാറുന്നത് അത് ഞങ്ങൾ മാറ്റിനി നൗവിൻ്റെ നിർമ്മാതാക്കളായ അജിത്തിനും എനിക്ക് അദ്ദേഹം തരുന്ന ചടങ്ങാണ്. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ സോമേട്ടനെ സംസാരിച്ചവരെല്ലാവരും ചെയ്യണം. പക്ഷെ ഇവർക്കൊക്കെ ഒരു സംശയമുണ്ട്. രണ്ടാമത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയം. കാരണം അത് അവരെ സംശയിക്കുന്നതിന് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്ന് സുരേഷ് ഗോപി കല്യാണത്തിന് കണ്ടപ്പം പിന്നെ ഞാനങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നകുലിനെ വീണ്ടും നടക്കും അപ്പം ചേട്ടാ അതല്ല എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അത് ആ ചോദിച്ചതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നടക്കില്ലായിരുന്നു. കാരണം ഈ ഞാൻ മറ്റോരോ തിരക്കുകളാണ്. ഒരു മണിച്ചിത്താഴ് 31 കൊല്ലമായി, അതേപോലെ ഗോഡ്ഫാദറുണ്ട്. ഇത് രണ്ടാമത് ചെയ്യണം. ഇപ്പോൾ സ്പടിയും വന്ന് കണ്ടപ്പോൾ നമുക്കിത് ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാലും ആ ആലോചന നേരെ വിളക്കുമ്പോൾ ഉണ്ടാകില്ല. പക്ഷേ ഇത് അദ്ദേഹം സോമേട്ടനെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സിനിമയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. എല്ലാ സിനിമയും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 500 സിനിമകളുടെ നെഗറ്റീവായിരിക്കുന്നത്. എൻ്റെ അടുത്ത് കൂടി വന്നാൽ പരമാവധി വരെ അത്ര സിനിമകളൊന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അത് പഠിച്ച വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് ലൈവായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ചോദ്യം അങ്ങ് ചോദിച്ചത് ശരിയാണ്. ഈ അവരിങ്ങനെ ചോദിച്ച് എപ്പോഴും നടക്കും എന്നുള്ളത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് സാധിക്കും. എല്ലാവർക്കും ഒരു സിനിമ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്നത് എന്താണ്? ഒരു ആർട്ടിസ്റ്റ് ആയാലും ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ടെക്നീഷ്യൻ ആയാലും അതിൻ്റെ പരസ്യജീവിതം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾ കാണണം. സിനിമയുടെ ബേസിക് എന്താണ്? ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങൾ കാണണം. അത് അപ്പം നമ്മൾ രണ്ടാമതും വീണ്ടും പുതിയ തലമുറയ്ക്ക് ഇവിടെ മുമ്പിലേക്ക് വരികയില്ല. അപ്പം ഇതിനോട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അതേപോലെ ആർട്ടിസ്റ്റും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ. അതിലാർക്കും നടക്കണം എന്നുള്ള കാര്യമേ ഉള്ളൂ, നടത്തണം. അപ്പം ദൈവം സഹായിച്ചപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ളവരും ജനങ്ങളെ അറിയിക്കുക. ജനങ്ങളെ അറിയിക്കുക അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അന്ന് ഈ ലാലേട്ടനോടൊക്കെ ഈ കഥ പറഞ്ഞപ്പോൾ ഈ ചിത്രം തുടങ്ങാൻ പോകുന്ന കഥ അന്നത്തെ ഒരു മെമ്മറി എനിക്ക് ഓർമ്മ വരുന്നു. ഇല്ല, അന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 11 സിനിമകളാണ് എൻ്റെ കയ്യിൽ കൂടെ വന്നിരിക്കുന്നത്. 11 സിനിമകൾ. ഞാൻ ആലപ്പുഴയ്ക്ക് കോഴിക്കോട് നിന്ന് ഞാൻ ഇപ്പോഴും പറയാറുള്ളതായി പറഞ്ഞു എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ് ബസ്സിൽ സിനിമ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അത് എന്നെ പ്രൊഡ്യൂസറായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം അങ്ങനെയാണല്ലോ സിനിമയൊക്കെ വരുന്നയാൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ബഹുമാനം കിട്ടും. വല്ല ചാൻസ് ചോദിച്ചു വന്ന ആളാണെന്നായിരിക്കും അദ്ദേഹം വിചാരം. കുഴപ്പമായിട്ടോ പറഞ്ഞത്. അങ്ങനെ നിരന്തരമായിട്ട് ഒരു 1.5 വർഷം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ അത് അഡ്മിറ്റ് ചെയ്തു പ്രൊഡ്യൂസറാക്കിയത്. ദൈവം സഹായിച്ച് 11ഓളം സിനിമകൾ ചെയ്യാൻ വന്നു. അപ്പം അങ്ങ് ചോദിച്ച പോലെ ഇത് അന്ന് ഇപ്പോൾ ഒരു ഓടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആർക്കും ഓടും എന്നൊരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കൊല്ലം ഓടുന്നു, 31 വർഷം കഴിഞ്ഞ് രണ്ടാമത് വരുന്നു, അങ്ങനത്തെ ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഫാസിൽ എന്ന സംവിധായകൻ സാധാരണ സംവിധായകന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളോ മാമോട്ടിക്കുട്ടിയെന്നോ നോക്കത്തോ തൊടുത്തോ ഒക്കെ ആക്കെ സിനിമ കണ്ടിട്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഡയറക്ടറാണ് ഇദ്ദേഹം മാത്രം. അത് അവസാനം എല്ലാ സിനിമയും കഴിയുമ്പോൾ നോക്കത്താ ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെല്ലുന്നത്. അതെന്നെ ചെല്ലാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നു, നമ്മളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത നോക്കത്താ ദൂരത്തുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? ഒരു പുറത്തെ വാതിൻ്റെ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിക്കുക. ആ കോളിംഗ് ബെല്ലിന് പിന്നെ എത്ര കാലത്തേക്കുള്ള ചരിത്രമുണ്ട്. അത് അന്നും ഇന്നും പ്രേക്ഷകരത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? കോളിംഗ് ബെല്ല് വിളിച്ച് പണം തോന്നി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ചിന്തിച്ച് നോക്കി എന്നെങ്കിലും വരും. അത് വലിയൊരു ഡയറക്ടറൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കഥ തിരക്കൽ സംവിധാനം എൻ്റെ സിനിമയല്ല, അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു, എൻ്റെ ഡയറക്ടർ ഫാസിൽ സാറായി. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ തുറന്നു പറയാറ് എന്തുകൊണ്ട് ഫാസിൽ സാറിനെ പോയി. ഇപ്പം അങ്ങ് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ സിനിമ ഓടുമെന്നൊന്ന് തോന്നിയായിരുന്നു ചോദിച്ചപ്പോൾ അതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഓടുമെന്ന് എനിക്ക് തോന്നിയതിന് കാരണമാണ് ഫാസിൽ എന്ന ഡയറക്ടർ. അത് ചില സിനിമകൾ അദ്ദേഹത്തെ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരു സിനിമ പരാജയപ്പെടുന്നത് ഒരിക്കലും കഥയുടെ കുഴപ്പം മാത്രമല്ല, കാസ്റ്റിംഗ് വേണം, അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. സിനിമ കഴിയണം. അത് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഒരു അതുല്യ ഡയറക്ടറാണ്.
മണിച്ചിത്രത്താഴ് മാത്രം അവകാശപ്പെടാൻ പറ്റാവുന്ന ഒരുപാട് പ്രത്യേകതകൾ ആ കാലത്തെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു സെക്കൻഡ് യൂണിറ്റ് വന്ന സിനിമ മണിച്ചിത്രത്താഴായിരുന്നു. അതുപോലെ കൃത്യമായൊരു വില്ലനോ കൃത്യമായൊരു നായകനോ ഇല്ലാത്ത സിനിമയായിരുന്നു. ആദ്യമായിട്ട് ഒരു സൗണ്ട് സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ ഇത്രയും കാലം എടുത്തതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ബോധപൂർവ്വം ഉണ്ടായിരുന്നോ, അതോ ഈ സബ്ജക്റ്റ് ഇത് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതായിരുന്നു? അങ്ങനെ ചെയ്തല്ല. ഈ വേറെ രണ്ടിപ്പോൾ സിദ്ദീഖ് ലാൽ, സിബി മലയിൽ, പ്രിയദർശൻ ഒക്കെ ഡയറക്ടറായിട്ടുണ്ട്. അതിൻ്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ 3 വർഷമുണ്ട്. ഫാസിൽ സാർ 3 കൂടെ ഇതിനിടയ്ക്ക് ഞാനുണ്ട്. ഞങ്ങളൊക്കെ അന്ന് തെരുതെരെ പരസന്ത പൂസ് അങ്ങനെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് എൻ്റെ സൂര്യപുത്രിക കഥ ഈ സിനിമ. അപ്പോൾ ഈ നവംബർ 1-ാം തീയതിയാണ് 1993 നവംബർ 1-ാം തീയതിയാണ് സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം പത്മനാഭപുരം പാലസിൽ തുടങ്ങുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. അപ്പോൾ ഫാസിൽ സാർ നിർബന്ധം എന്നെ വിളിച്ചത്, പക്ഷേ ഈ സിനിമ നമുക്ക് ഈ ഇവിടുത്തെ നാഷണൽ അവാർഡിന് അയച്ചേ പറ്റുള്ളൂ. നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്. നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് അയക്കണമെങ്കിൽ ഡിസംബർ 31 മുമ്പ് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. പടം നിങ്ങൾ പിന്നെ റിലീസ് ചെയ്താലും കുഴപ്പമില്ല, സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ എത്ര ദിവസമുണ്ട്? നവംബർ, ഡിസംബർ 60 ദിവസമാണ്. 60-ാം ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേറെ മാർഗമാണ്. അപ്പം ഒരു ഡയറക്ടർ തന്നെ എടുത്താൽ തീരില്ലെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്, അദ്ദേഹം തന്നെ പ്രിയവാ സിബി മറിച്ച്, പിന്നെ സിദ്ദീഖിലാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ്. നമ്മൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ അധികം ഭാഗം ചിത്രീകരിക്കേണ്ടത് തിരുവനന്തപുരം പത്മനാഭപുരം പാലസാണ്. പിന്നെ അവിടെ ഒരു പ്രശ്നം വന്ന കാരണമാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറ പാലസിലേക്ക് കുറച്ച് വന്നത്. അപ്പം ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇന്ന് എടുക്കേണ്ട കാര്യങ്ങളോ 4 പേജ് എടുത്തിട്ട് പ്രിയ ഇതെടുക്കുക, സിബി ഇതെടുക്കുക, സിദ്ദീഖ് നീ ഇതെടുക്കുക, സിദ്ദീഖാലും കൂടെ അങ്ങനെ വീതിച്ചു കൊടുത്തു. അപ്പോൾ വേണു പിന്നെ ആനന്ദകുട്ടൻ ക്യാമറമാൻ, വേറെ ക്യാമറമാൻ, അവരൊക്കെ വന്നിട്ട് അങ്ങനെ എടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്, അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട്, അങ്ങനത്തെ ഒരു കഥയുമാണ്. പക്ഷേ ആവശ്യം എന്താണ്? ഡിസംബർ 30 സെൻസർ അതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 21-ാം തീയതി സെൻസർ ചെയ്തു. 21-ാം തീയതി ക്രിസ്തുമസ് ആണല്ലോ, ഫെസ്റ്റിവൽ ആണല്ലോ. അങ്ങനെയാണ് ക്രിസ്തുമസ് റിലീസ് ചെയ്തു. 1 വർഷം കൂടി നാഷണൽ അവാർഡ്. ഇത് അതായത് നാഷണൽ അവാർഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ശോഭനയ്ക്ക് കിട്ടുന്നോ ഒന്നല്ല വിചാരിച്ചത്. ഒരു നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പിക്കാം, മൊത്തത്തിൽ സിനിമയ്ക്ക് ഉറപ്പിക്കാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരിക്കും. ദൃഢമായിട്ട് അദ്ദേഹത്തിന് ഉറപ്പിച്ചു. അത് സക്സസ് ആയി. അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പൊ ഇതിന്റെ ഒരുപാട് റീമേക്കുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ തമിഴിലെ ചന്ദ്രമുഖി, കന്നഡയിലെ അപരിചിതു, ഇപ്പോൾ പ്രിയദർശൻ തന്നെ ചെയ്തിട്ടുള്ള പോലുവിലയ്യ. ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ഇപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവല്ലിനെ പോർട്രേ ചെയ്ത ഇതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലി മണിച്ചിത്രത്താഴ് തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വല്ല ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അപ്പം സാറിന് അത് കാണുമ്പോൾ മണിച്ചിത്രത്താഴിന് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വേർഷൻസ് ഉണ്ടോ? സത്യമാണ് എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ്. കാരണം അത് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടിയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡ് ശങ്കർദയാൽ ശർമ്മയുടെ കയ്യിൽ വിജ്ഞാൻമോഹൻ അനൗൺസ് ചെയ്ത് വാങ്ങിച്ചാൽ കാര്യം അത് തന്നെയാണ്. ശോഭന ബെസ്റ്റ് ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ. അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴുകി വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് വേറെ ആര് ചെയ്താലും, വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല ഒന്നത്. പിന്നെ ഈ കഥയുടെ മർമ്മം, ഒരു കഥയ്ക്കൊരു മർമ്മമുണ്ട്. ഈ മർമ്മം ഇപ്പോൾ തമിഴിൽ പി വാസു, രജനീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാണ്. ചന്ദ്രമുഖി ഭയങ്കര ഹിറ്റാണ്. തെലുങ്കിലും ഭയങ്കര ഹിറ്റാണ്. ആത്മമിത്ര ഭയങ്കര ഹിറ്റാണ്. ഫുൾ ഗുരേഖ പ്രിയദർശൻ ചെയ്തതാണ് ശരി, അത്രമാനം പോയിട്ടില്ല. 3 ലാംഗ്വേജിൽ നല്ല ഹിറ്റാണ്. ഈ കഥയ്ക്കൊരു ഒരു മർമ്മം കിടപ്പുണ്ട്. അത് മർമ്മം ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. അവർ സിനിമ കണ്ടു, ആ സിനിമ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം, അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഒരു 10 മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ. അത് തിയേറ്ററിൽ ഫാസിൽ സാർ എന്ന് പറയുന്ന ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. ഇപ്പം മോഹൻലാൽ മുമ്പൊക്കെ പറഞ്ഞാൽ നിൽക്കുക, അല്ലാതെ സുരേഷൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക. അല്ലാണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അതിൻ്റെ കാസ്റ്റിംഗ് കൂടെ പറയണം. അത് ജനങ്ങൾ കൺവിൻസ് ആകണ്ടേ. അതല്ലേ സിനിമ എന്ന് പറയണം. നമ്മളങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കസേരയിലിരിക്കുകയല്ല. ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണ് വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്കൗട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാസിൽ സാറിന് അറിയാം എങ്ങനെ ചെയ്യണം. അദ്ദേഹം എഴുതി വെച്ച ഡയലോഗുകളല്ലേ അത്. അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ പറയണം. അത് വായിച്ചു നോക്കിയിട്ട് എത്ര വലിയ ഷോട്ടാണ് ആ ഷോട്ടിൽ ഒക്കെ മോഹൻലാൽ അതേപോലെ പഠിച്ച് ഉൾക്കൊണ്ട്
അദ്ദേഹം അങ്ങോട്ട് പറയല്ലേ, ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞില്ലേ. അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷയിലുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയുക ആയിരിക്കാം. അതാണ് അതുപോലെ നമുക്ക് തമിഴിലെ നാഗവല്ലിയിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സങ്കടമോ അല്ലെങ്കിൽ ചിരിയൊക്കെ വരും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മലയാളികളുടെ മഹിമ. മലയാളികളുടെ മഹിമ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് എവിടെ പോയി നിൽക്കുന്ന ആർട്ടിസ്റ്റ്. നമ്മൾ നെടുമുടി വേണുവിനെ പോലത്തെ ആർട്ടിസ്റ്റ്. എന്താണ് ആർട്ടിസ്റ്റ്? മരിച്ചുപോയി. തിരുവഞ്ചേട്ടൻ ഉറക്കം നമുക്ക് വേദന തോന്നും നമ്മുടെ ഫിലിമിനെ ചോദിച്ചാൽ. അതുപോലത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും. ശങ്കരാടി ചേട്ടൻ, ഉണ്ണികൃഷ്ണൻ, എന്താണ് ഇവരൊക്കെ എന്നറിയാമോ? എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. നമ്മളെല്ലാവരും അന്യഭാഷ സിനിമ നടത്തിയിരിക്കും. നമ്മളിത് കൊണ്ടുവയ്ക്കും. മലയാളികൾ ആ കാര്യത്തിൽ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്കും മലയാളത്തിന് കിട്ടിയ ഭാഗ്യമാണത്, നിധിയാണത്. അതാണ് നമ്മുടെ സിനിമകൾ. ഏത് സിനിമ റീമേക്ക് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അവിടെയുള്ളവർക്ക് ഇത് കാണാത്തത് കാരണമോ ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്കത് ഓക്കെ ആയിരിക്കും. കാരണം ഇതിലൊരു 30% ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്കത് ഓക്കെ ആയിരിക്കും. നമുക്കത് അത്രയും ആസ്വദിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ. സുരേഷ് ഗോപി എന്ന നടനുമായ സമയമാണ് ഇപ്പോൾ. മണിച്ചിത്രത്താഴിന്റെ ക്ലൈമാക്സിലും സുരേഷ് ഗോപിയുടെ വല്ലാത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഡമ്മി തിരിച്ചിട്ട് വെട്ടുന്നത് സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു ഐഡിയ ആണ്. തിരിച്ചിട്ട് വെട്ടിക്കൂടെ എന്ന് പച്ചിക്കോട് ചോദിച്ചത് സുരേഷ് ഏട്ടനാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് അവർ ഡയറക്ടറും ഞാൻ ആ സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് എൻ്റെ കാതിൽ കേട്ടിട്ടില്ല. അതൊക്കെ ഞാനും അങ്ങേപ്പോലെ തന്നെ ഞാനും വായിച്ചിട്ടു. അപ്പം ഞാൻ കേട്ടിട്ടത് അങ്ങനെ പറയുന്നതൊരു ശരിയായ കാര്യമല്ല. ഇതിലേക്ക് കാസ്റ്റിംഗ് ആയിട്ട് ലാലേട്ടനൊക്കെയാണോ അത് തീരുമാനിച്ചാലോ? അപ്പൊ സാറൊക്കെ ആയിട്ട് ലാലേട്ടനൊക്കെയായിട്ട് ഈ സിനിമ സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യം ഈ തുടക്കത്തിൽ അന്ന് മോഹൻലാൽ എന്ന വ്യക്തി പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിൽ വരും? അല്ല, മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പാച്ചയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ ലാലൊന്നും വന്ന് ഇഴുകി ചേരുകയാണ്. പുള്ളിയുടേതായ സിനിമയായിട്ട് ആകെപ്പാടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്നത്. അതിലൊരു ഡോക്ടർ സണ്ണിയുടെ ഒരു ചുമന്ന ഒരു ലൈനുള്ള ഒരു ഷർട്ടുണ്ട്. എന്നെ ലാസ്റ്റ് പോകാൻ നേരത്തിനോട് ചോദിച്ചു, തമാശയ്ക്ക് ചോദിച്ചു, നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഷർട്ട് ഞാൻ എടുക്കുക കേട്ടോ. എല്ലാ ഷർട്ടും എടുത്തോളം പറയല്ലോ നമ്മൾ. അത് മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്. അതിന് ഇഷ്ടം കൊണ്ട് എടുത്തതായിരിക്കും, ചോദിച്ചതായിരിക്കും. അത് കൂടി വേറെ എവിടെ ഞാൻ ഇട്ട് കണ്ടിട്ടൊന്നുമില്ല. അത് ഒരു ഇഷ്ടം സിനിമ എടുത്തതാണ്. ഫാസിൽ സാറ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ അങ്ങയുടെ മനസ്സിൻ്റെ ഗുരുനാഥനല്ലേ ഫാസിൽ സാർ. അപ്പം ഫാസിൽ സാറിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ചേർന്നതിന് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യാൻ നല്ലൊരു കാര്യം. ആകപ്പാടെ എനിക്ക് ഡബിങ് സമയത്ത് ആ മോഹൻലാലിൻ്റെ നമ്പർ 9 മിനിറ്റുള്ള ആ ഡയലോഗ് ഡബ് ചെയ്ത് പോയതിന് ശേഷം രാത്രി 7 മണിയായി ഞങ്ങൾ ജോയി തിയേറ്ററിലാണ് ഡബ് ചെയ്തത്. രാത്രി വന്നു കഴിഞ്ഞാൽ ഫാസിൽ സാറിന് ടെൻഷൻ, അത് ശരിയായിട്ടില്ല. ഉടനെ ഫാസിൽ സാർ അവിടുന്ന് ലാലിനെ പിന്നെ ബാബുഷാർ പ്രൊഡക്ഷൻ കൺട്രോൾ ബാബു ജോയി സ്റ്റുഡിയോ രാവിലെ 7 മണിക്ക് ഞങ്ങൾ വരും, ഒന്നുകൂടെ 2 മണിക്കൂർ നേരത്തേക്ക് ജോയി സ്റ്റുഡിയോ വേണമെന്ന് പറഞ്ഞു. ഈ ഡബിങ് തിയേറ്റർ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ലാലിനെ വിളിച്ച് ഫാസിൽ സാർ പറയുകയാണ്, ലാലെ രാവിലെ 7 മണിക്ക് ഡബിങ് തിയേറ്ററിൽ വരണം. ലാല ചെയ്ത ആ പോർഷൻ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്കത് തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഞങ്ങളെ ഒന്നിച്ച് അന്നേരം വീട്ടിലാണ് താമസിക്കുന്ന മദ്രാസിൽ, എനിക്കൊരു കുഴപ്പം തോന്നില്ല, നമ്മളെ കണ്ടതാണ്. അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല കറക്റ്റെന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക് ലാല് കറക്റ്റായിട്ട് വന്ന് ഞങ്ങളൊക്കെ 6:45 ചെന്നൊക്കെ ആ ഭാഗം ഇട്ടു, സ്ക്രീനിലിട്ട് കഴിഞ്ഞപ്പോൾ ലാലിങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. പക്ഷേ ഞാൻ എന്താ കേട്ടെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്കൂളിൽ പോലെ തന്നെ പാസ്സാറ് എടുത്തിരിപ്പുണ്ട്. ഞാനുണ്ട് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പാസ്സാറ് പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ തോന്നുന്നത്. അപ്പോൾ ലാല് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ വീട്ടിൽ ചെയ്തെന്നു, എനിക്ക് അതിനുശേഷം കുഴപ്പം തോന്നിയിട്ടില്ലെന്ന്. എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു. ആദ്യം ഫസ്റ്റ് ഡബ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ വേണ്ടത്. വളരെ മനോഹരമായിട്ടാണ് ലാലത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ആ ഒരു ഓർമ്മയാണ് ഓർമ്മകൾ. അത് ഈ ഗോഡ് ഫാദർ എന്നുള്ള സിനിമയും അടുത്ത് വന്നതാണ്. ഇതിൻ്റെ ഒപ്പം മണിച്ചിത്രത്താഴ്, ഗോഡ് ഫാദർ, മണിച്ചിത്രത്താഴ്, ഈ ഓരോരോ സിനിമയുടെ ലാഭങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക്
ഒരു കാര്യം പറയാം, നിർമ്മാണവും വിതരണവും അടക്കം 40 സിനിമകളാണ് ചെയ്തത്. 40 സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഒരു സിനിമയുടെ കണക്ക് പറഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ പറയാം. അതാണ് നമുക്ക് ഒരു സിനിമ ചെയ്ത് ഇപ്പം മണിച്ചിത്രത്താഴ് ലാഭം കിട്ടിയ തൊട്ടടുത്ത് വന്ന സിനിമ മാനത്തെ വെള്ളിത്തേരാ. അപ്പം അതിൻ്റെ 3/4 ഭാഗം പോയി കിട്ടിയ. അപ്പോൾ ഈ എല്ലാവരും നഷ്ടം പറ്റിയ ആരും ചോദിക്കരുത്. നഷ്ടം. അപ്പം ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ അതല്ലേ നമുക്ക് കൗതുകം. ഞാൻ മൊത്തം മലയാള സിനിമയിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സ്റ്റേറ്റ് ബസ് കയറി ആലപ്പുഴയ്ക്ക് പോയതാണ്. ഈ സിനിമയോട് ഭ്രാന്ത് പിടിച്ചിട്ട് പോയതാണ് കേട്ടോ, വേറെ ഒന്നും ആയിട്ടില്ല. എനിക്ക് സിനിമ ഒരു പാഷനാണ്. ഇപ്പോഴും എനിക്കതിൽ സിനിമ ചെയ്യണം, സിനിമയാണെന്ന് ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴെന്തേ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കാണുന്ന ചിലപ്പോൾ അടുത്ത സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു കുറ്റമായിട്ട് സിനിമ ഞാൻ പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഹീറോ ആയിരിക്കും, ഡയറക്ടർ ആയിരിക്കും. അയ്യോ അയാളെന്നെ ഇതിൽ വെച്ച് പല സിനിമകളും എനിക്ക് സ്വർഗ്ഗചിത്രം എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ചിട്ട് സ്വർഗ്ഗചിത്രം ഒരു ബാനർ വെയിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ കണ്ണും കൂട്ടി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ അന്തസ്സായിട്ട് കണ്ടിട്ട് പോകാം. പിന്നെ നമുക്ക് ഈ ബാനറിൻ്റെ ഒരു വെയിറ്റ് പുറത്ത് വരുന്നതാണ് എനിക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. പിന്നെ ഞാനിങ്ങനെ ഈ സാധാരണ റോട്ടിൽ കൂടെ നടന്നു പോണെയാണ്. ആരെങ്കിലും വന്നിട്ട് സാറേ ആ പൈസയും കൊണ്ട് തിരിച്ചു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ്. സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ അതും എനിക്കൊരു വിഷമം. അപ്പോൾ നഷ്ടം വരാത്ത ഓഡിയൻസ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നൊരു സിനിമ എടുക്കുന്ന ആഗ്രഹമാണ്. അപ്പോൾ മൊത്തം ലാഭത്തിലേക്ക് 40 സിനിമയിൽ 25 സിനിമകൾ ഹിറ്റാണ്. 2 സിനിമകൾ റെക്കോർഡാണ്. ഒന്ന് ഗോഡ് ഫാദറും മണിച്ചിത്രത്താഴ്. അതായത് 100 ഒരു വർഷത്തിൽ കൂടിയ സിനിമകൾ 4 ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ചിത്രം, മറ്റേത് മൈഡിയ കുട്ടിച്ചാത്തൻ, ഒന്ന് ഗോഡ് ഫാദർ, ഒന്ന് മണിച്ചിത്രത്താഴ്. അത് ദൈവം സഹായിച്ച് 2 എനിക്ക് ഫാസിൽ സാറും സിദ്ദീഖാരും കൂടി സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കം വന്നാൽ 4 സിനിമകൾ റെക്കോർഡും ഈ 25 സിനിമകൾ ഹിറ്റ് ലാഭം കിട്ടുക. 15 സിനിമകളിൽ ഒരു 7 സിനിമ മുതൽ കിട്ടി പിരിഞ്ഞത്, ഒരു 8 സിനിമ ഡിസാസ്റ്ററും 8. അപ്പം മൊത്തത്തിൽ സിനിമ ദൈവം സഹായിച്ചിട്ട് അതാണ് അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കൂലേ. ഏറ്റവും കൂടുതൽ ഗോഡ് ഫാദർ മണിച്ചിത്രത്താഴ്. 2 അനീതിപ്ര നന്നായിട്ട് ഓടിയ സിനിമയാണ്. അനീതിപ്ര ഓടിയ സിനിമ ഇങ്ങനെ മുതൽ മുടക്ക് കൂടിയ സിനിമകളൊക്കെ പൊട്ടിപ്പോയ സിനിമകൾ. പ്രജ മുതൽ മുടക്ക് കൂടുതലല്ലേ, ഡിസാസ്റ്റർ. പിന്നെ ഏറ്റവും കൂടുതൽ മുതൽ വന്ന സിനിമ എനിക്ക് തോന്നുന്നു പ്രജയായിരിക്കില്ലേ. അന്നത്തെ കാലത്ത് പ്രജയായിരിക്കും. അത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ്. ജോഷിയേട്ടനും രഞ്ജി പണിക്കരൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ്. പക്ഷെ ആ സിനിമ എനിക്കറിയില്ല എന്താണ് ആ സിനിമയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു. ഞാൻ ഇത്ര നിങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ എനിക്ക് വേണ്ടി കാണുക. NF വർഗീസും മോഹൻലാലുമായിട്ടൊരു സീനുണ്ട്, ഹേ രാമ. അപ്പോൾ ഞാൻ ഇപ്പോഴും അത് ദിവസം അത് വന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്തൊരു പെർഫോമൻസ് ആണ് മോഹൻലാൽ ചെയ്തത്. ജോഷിയായിട്ട് ഇങ്ങനെ നിർത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാലിനെ കെട്ടിപ്പിടിച്ച് അത്ര ആവേശത്തിൽ ഞാൻ ചെയ്ത സിനിമയാണ്. രഞ്ജി പണിക്കരൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുക, ഡയലോഗ് എഴുതിക്കൊണ്ട് വന്നു. സാധാരണ രഞ്ജി പണിക്കർ എൻ്റെ സിനിമ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതൊന്നല്ലേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞേക്കാം പുള്ളി രാവിലെ വരികയില്ല, സ്ക്രിപ്റ്റ് തരുമില്ല, കട. ഇതൊക്കെ പുള്ളി കറക്റ്റായിട്ട് ഈ ജോഷിയേട്ടന് രാവിലെ കോപ്പി കൊടുക്കുമല്ലോ. എന്നിട്ട് അവിടെ നിന്നാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് ഇതിൻ്റെ കോപ്പി ഒരെണ്ണം എടുക്കുന്നത്. ആ കൂടുതൽ അദ്ദേഹം എനിക്കൊരു കോപ്പി തരും, വായിച്ചു നോക്കുള്ളൂ, എന്നെ തൃപ്തിപ്പെടുത്തി. സാറേ ശരിയല്ലേ ചോദിക്കും. ഞാനും പറയും ശരി തന്നെ രഞ്ജി എന്ന് പറയും. പക്ഷേ ആ സിനിമ വേണ്ട പോലും പോയില്ല. അതാണ് ഏറ്റവും മുതൽ കരിക്കുന്ന ഏറ്റവും കൂടുതൽ ഒറ്റയടിക്ക് അന്നത്തെ നഷ്ടം ഒരു വലിയ സംഖ്യ. അപ്പോൾ സംഖ്യ പറയാത്താറ് ഞാനത് പറയുന്നു. പക്ഷേ ആ സിനിമ എന്തോടുകൂടി ആ ഒറ്റ സീൻ തോന്നില്ല. NF വർഗീസ് എന്ന് പറയുന്നത് എന്തൊരു നടനാണ് കാണിച്ചിരിക്കുന്നത്. 2 പേരും മത്സരിച്ച് അഭിനയിച്ചിരിക്കില്ല. അതൊക്കെ ഒറ്റ ടേക്കായിട്ടാണ് പോകുന്നത്. ഒറ്റ ടേക്ക് 2 കട്ട. അതെല്ലാം കാണുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ എത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ സംതൃപ്തി. പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു വിഷമം വരും. ഓടാത്തപ്പോൾ DCR നോക്കുമ്പോൾ പൈസ വരാത്തപ്പോൾ വിഷമം വരും. പക്ഷെ ആ വിഷമം നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ മാറും. പിന്നെ അതങ്ങനെയാണ്. ഇപ്പം എന്തായാലും 40 സിനിമയിൽ ഇത്രയും ദൈവം സഹായിച്ച് നമുക്ക് തന്നില്ലേ, തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ടിരിക്കും. പണ്ട് ഈ പ്രൊഡ്യൂസർമാർ, ഞാൻ ഈ പല ആളുകളിലേക്ക് പ്രൊഡ്യൂസർമാർക്ക് കൂടുതൽ ലൊക്കേഷൻ ഇപ്പോൾ ടെൻഷനാണ്, പൈസ കൂടുതലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ
ഓരോ ഷോട്ടിലും നമുക്ക് പെട്ടെന്ന് ടൈം നോക്കിയിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കുന്നതാണ് പുള്ളിക്കുന്നത്. സാർ എങ്ങനെയായിരുന്നു? ഈ സമയം കൂടി പോണതിലും പൈസ കൂടുന്നതിലും ഒരിക്കലും ഞാൻ പറയുന്ന അഹങ്കാരം വിചാരിക്കല്ലേ. ഞാൻ വീണ്ടും ഒരു ജാമ്യം എടുത്തിട്ടാണ് പറയണത്. ഇന്ന് വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ടെൻഷൻ എനിക്ക് ഒരു കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് എന്നും ടെൻഷനാണ്. ഷൂട്ടിങ്ങിന് വരുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാകില്ല. എല്ലാവരും വന്നങ്ങനെ ഇരിക്കും. ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഇവിടെ നടക്കുന്നില്ല. സ്ക്രിപ്റ്റ് ഇല്ലാത്തപ്പോൾ ഇപ്പോൾ വേണു ക്യാമറമാനാണ്, അല്ലെങ്കിൽ കുട്ടേട്ടനൊക്കെ അതേ കുട്ടേട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്യാമറ ലൈറ്റ് ഇപ്പം എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. വരാത്തതിൻ്റെ കാരണം കടലാസം വന്നിട്ടില്ല. അപ്പോൾ സിദ്ധിയിലാലും പാച്ചിക്കന്ന് അങ്ങനെ വരില്ല. എന്നാലും കറക്ഷൻ ഉണ്ടാവും. പാച്ചിക്കയുടെ ഭാഗത്ത് അങ്ങനെ പാച്ചിക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്രയും കറക്റ്റ് ചെയ്തിട്ട് അറിയില്ല. വേറെ പല സിനിമകളും ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം മറന്നുകൊണ്ട് പൈസ മാത്രമല്ല, നമ്മൾ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റാണ് തിലകൻ മോഹൻലാലും മമ്മൂക്ക ഒക്കെ വന്നിട്ട് ഇരിക്കുക. അവരോടൊന്നും അവർ ചോദിക്കില്ല, എന്നോടും ചോദിക്കില്ല. അയാൾക്കറിയാം നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ഒന്നും മിണ്ടില്ല, ആരും ഒന്നും മിണ്ടില്ല. താനെന്ത് ഒന്നും ചോദിക്കൊന്നുമില്ല, ഒന്നും മിണ്ടില്ല. അന്നേരയാകുമ്പോൾ ഒരു ഊണ് കഴിക്കാൻ പോകുന്നല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില ഞാനൊരു സിനിമ ചെയ്തു, തമിഴ് അഴകിയ തമിഴ് മകൻ എന്ന് പറഞ്ഞൊരു സിനിമ. അഴകിയ തമിഴ് വിജയ് വെച്ച് ചെയ്ത സിനിമയാണ്. ആ സിനിമയിലാണ് എനിക്ക് ഏറ്റവും, അതിൻ്റെ ഡയറക്ടർ ഭരതൻ പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു. അന്നാണ് ഞാൻ ഏറ്റവും ചോദിച്ചാരം പറയരുത്, പൈസ പോട്ടെ, പൈസ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഈ ആർട്ടിസ്റ്റുകളുടെ മുഖത്ത് നമ്മൾക്ക് ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്താൽ തമിഴിലൊക്കെ ഡയറക്ടർ കണ്ട ആ പുതിയ ഡയറക്ടർ എല്ലാവരും ഞാൻ തമിഴിൽ ഫ്രണ്ട്സ് ചെയ്ത് തന്നിട്ട് എനിക്ക് സ്വർഗത്തിലാവും അപ്പച്ചൻ സാറാണ് ഓക്കെ എന്ന് പറഞ്ഞാണ് വരുന്നത്. പൈസ നമുക്ക് കൊടുക്കാം. പക്ഷെ അവർ വന്നിട്ട് രാവിലെ അവർ 9 മണിക്കായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് ഇവിടെ സെറ്റേറ്റ് എത്തണമെന്ന് പറയും. എത്തിയിട്ട് അതുങ്ങൾ രാവിലെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഓടിയിരിക്കുന്നു. 1 മണി വരെ ഷോട്ട് എടുത്തിട്ടില്ല. അവരിങ്ങനെ നമ്മൾ നോക്കൂലേ. അന്നേരം നമ്മൾ ഈ രക്തം ചിലപ്പോൾ വെള്ളമായി പോകും. അതാണ് ഇത്. സാറേ, ഇപ്പോൾ നമ്മൾ ഈ സിനിമന്റെ മൊത്തമെടുത്ത് നോക്കുമ്പോൾ ചില ആൾക്കാരെ പറയുന്നു ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ ഗോഡ് ഫാദറാണ്, ചില ആൾക്കാരെ ചിത്രമാണെന്ന് പറയുന്നു. അതിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെയാണ് സാറേ ശരിക്കും? ഈ പറയുന്ന 2 സത്യമാകാൻ ചാൻസ് ഉണ്ട്, 2 ശരിയുണ്ടാവും ചിലപ്പോൾ ചില കാര്യത്തിൽ. കാരണം ഇതിൻ്റെ പി.കെ. പിള്ള സാറ് നമ്മുടെ ഒരു ഇഷ്ടമാണ്. അദ്ദേഹം അത് 1 വർഷം ഓടിയ സിനിമയാണ്, ചിത്രം ഓടിയതാണ്. ഗോഡ് ഫാദർ ഓടിയ സിനിമയാണ്. ഗോഡ് ഫാദർ 405 ദിവസം ഓടിയാണ്. 405 ദിവസം ഓടിയാണ്. അതെനിക്ക് തോന്നുന്നത്, ഞാൻ അങ്ങനെ തറപ്പിച്ചു, എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദർ തന്നെയായി. ഗോഡ് ഫാദർ തന്നെയായി കണ്ടോ, ഗോഡ് ഫാദർ തന്നെയായി. 405 ഗോഡ് ഫാദർ തന്നെയായി. ചിത്രം നല്ല സിനിമയായിരുന്നു. ചിത്രം നല്ല സിനിമ, ഞാൻ 2-3 പ്രാവശ്യം കണ്ട സിനിമ. മണിച്ചാൽ 366 ചിത്ര ഗോഡ് ഫാദർ തന്നെയായി. ഈ അഴകിയ തമിഴ് മകൻ അത് ശരിക്കും അതൊരു വിജയചിത്രമായിരുന്നോ അതോ ടേബിൾ പ്രോഫിറ്റ് ആയ സിനിമയായിരുന്നോ? അഴകിയ തമിഴ് മകൻ എനിക്ക് ലാഭമായിരുന്നു. അത് തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയിട്ട് സ്ഥിതി പുതിയ ഡയറക്ടറല്ലേ വിജയ്, അന്ന് ഇത്രയും ആയിട്ടില്ല. വിജയ് കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന എൻ്റെ അനിയത്തിപ്രാവ് ഫാസിൽ സാർ തമിഴ് റീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് വിജയ് വരുന്നത്. വിജയ് ഒരു ചെറിയ പയ്യനാണ്. ഞങ്ങളുടെ ലൊക്കേഷൻ്റെ അടുത്ത് ഫാസിൽ സാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ് ഈ കാതലിക്ക് മര്യാദയുടെ മലയാളം വേർഷൻ പ്രൊഡ്യൂസർ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ വിജയ് വലിയ ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ഒരിക്കലും നടക്കില്ല. കഥ പറയാനുണ്ട് കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് അപ്പം എനിക്കിങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്യണമെന്ന് വിജയോട് പറഞ്ഞു. വിജയ് ഒരു റീമേക്ക് സിനിമ എടുത്തിട്ടുണ്ട് നമുക്ക്. അങ്ങനെയാണ് സിദ്ദീഖിൻ്റെ ഫ്രണ്ട്സ്, സിദ്ദീഖിൻ്റെ ഫ്രണ്ട്സ് അവിടെ ചെയ്തത്. അപ്പം ഒന്ന് ചോദ്യം ഉത്തരം പറഞ്ഞത് അഴകിയ തമിഴ് മകൻ. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഭയങ്കര വിജയമായി. അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആൾക്കാർ വന്നില്ല. പക്ഷേ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് 100 പ്രിൻ്റ് സൂപ്പർ ഹിറ്റാണ്. 100 പ്രിൻ്റ് 100 ഡേയ്സ് ഓടി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് ഈ വാഞ്ചിനാഥൻ ദീന, മുരുകദാസിൻ്റെ ദീന, വാഞ്ചിനാഥൻ, ഫ്രണ്ട്സ് 3 ഒരേ ദിവസമാണ് റിലീസ്. 2001 പൊങ്കലിന് ജനുവരി 12-ാം തീയതി. വിജയ് അന്ന് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം. സാർ നമ്മ പടത്തിൽ കൂട്ടം കിടയാതെ വാഞ്ചിനാഥൻ ഹിറ്റ്, ദീന ഹിറ്റ്, നമ്മ പടത്തിൽ എങ്കേയും ആൾ കിടയാവുന്നത്. ഞാനും വിഷമത്തിലായി. പക്ഷേ എനിക്കറിയാം ഈ ഫാസിൽ സാറിൻ്റെയൊക്കെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാകില്ല.
രണ്ടാമത്തെ ദിവസം ഉണ്ടായില്ല. ഞായറാഴ്ച തിങ്കളാഴ്ച നോക്കുമ്പോൾ നമ്മുടെ അത് കാരണം എനിക്ക് ആശ്വാസം പറയണത് ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയണത് എൻ്റെ ഓവർസീസ് വിറ്റിട്ടില്ല, OTT സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല. എന്താ പ്രൊഡ്യൂസർ എന്നെ മൂടത്തരം പണ്ടതാണ്. എന്താ കാരണം ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരാണ്. കാരണം 6.25 കോടി രൂപയാണ് അതിൻ്റെ ചിലവ്. ഒന്ന് സ്വന്തം പൈസ നമ്മൾ അവിടെ നിന്ന് കടമൊക്കെ മേടിച്ചിട്ടിരിക്കുകയായിരുന്നു. മൊത്തം പോകുന്നതാണ് ഇവർ. വിജയുടെ മനസ്സിൽ വിജയ് പറഞ്ഞു സാറേ ഏതോ ഒന്ന് വിറ്റ്. ഞാൻ പറയും വിജയ് അമ്മതേ നാളേക്ക് നമ്മൾ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച വന്നു വിജയ് പറയും കൂട്ടമില്ല നമ്മ പടത്തേക്ക് വാഞ്ചിതാനം എടുത്തത്. അപ്പോൾ ഈ വിജയുടെ എല്ലാ ഈ തിയേറ്ററിലെ ആൾക്കാരൊക്കെ വിജയനെ വിളിച്ച് തിയേറ്റർ ഓണർമാർ ഇവിടുന്ന് തിരുപ്പൂർ സുബ്രഹ്മണ്യം മറ്റേ അവിടെയുള്ള ഓരോ തിയേറ്ററുകൾ വിജയ് ഒക്കെ പടത്തേക്ക് കളക്ഷൻ അവർ DCR നോക്കുകയുള്ളൂ, കളക്ഷൻ മാത്രമേ നോക്കുകയുള്ളൂ. ഈ തിയേറ്ററിനുള്ളിൽ നടക്കുന്ന അവർ ഈ അങ്ങനെ ചിന്തിക്കാൻ അവർക്കത് മനസ്സിലാകില്ല. ഈ തിയേറ്ററിന് മുതലാളിമാർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് കളക്ഷനാണ്. ഈ ഇന്നത്തെ ഇന്നുണ്ട് നാളെ വരും എന്നുള്ള പ്രതീക്ഷ അവർ ഇന്നില്ലെങ്കിൽ അവർക്ക് പടം നിർത്താന്നുള്ള രീതിയിലാണ്. ഞാൻ പറയും വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി. ഞാൻ വളരെ സങ്കടപ്പെട്ട വിജയ്, പക്ഷേ വിജയ് വളരെ ബഹുമാനം തന്നിട്ടാണ് കേട്ടോ. കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ 4 ഷോയ്ക്കും ഓരോരോ ഷോയുടെ ആൾ പുറത്താണ്. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കൈയെടുത്തു സാർ നമ്മ പടത്തേക്ക് പെരിയ കൂട്ടം താ ഈ എല്ലാ പടത്തേക്ക് അന്താളോ കാളെ നമ്മൾ പെരിയ കൂട്ടം நம்ம தியேட்டருக்கு சார் எல்லா தியேட்டர் ஓனர்ஸும் சொல்கிறாரு கலகலாரம் இருக்குது അതാണ് തിയേറ്ററുകൾക്ക് ഭയങ്കര ചിരി അത്ര കോമഡിയുള്ള ഒരു പടം തമിഴ്നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് രണ്ടാമത് റീമാസ്റ്റർ ചെയ്ത് ചെയ്യാൻ പോകുന്നുണ്ട്. വിജയ് ഈ സൂര്യ അഭിനയിച്ച അത് സൂര്യ പുതുമുഖമാണല്ലോ. വിജയ് എന്നുകൊണ്ട് കയറി വരുന്നതേ ഉള്ളൂ. വിജയ് സൂര്യയല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ, സൂര്യനെ അറിയത്തില്ലല്ലോ, ഒരു പുതുമുഖമല്ലേ മറ്റേ ആളുകൾ. സൂര്യയുടെ ലൈഫ് അതല്ലേ. ആ പടത്തിൽ സൂര്യ ഇല്ല. സൂര്യനെ വിളിക്കാൻ വേണ്ടി ഞാൻ TR ശേഖർ സാറിന് സൂര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ അവൻ നടിക്കത്തില്ല. അത് ശിവകുമാർ സാറ് ഞാൻ TR ശേഖർ സാറാണ് എഡിറ്റർ. ശേഖർ സാർ പഴയ ആളാണ് ഇപ്പോൾ. അപ്പോൾ പറയുന്നത് അവനെ നടിക്കത്തിരിയാതെ സാർ നീക്ക് അവന് തൊന്തരം കൊണ്ടോ വേണ്ട, ചാർട്ടേഡ് അക്കൗണ്ടൻസ് പഠിക്കാൻ പോകാൻ പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ സൂര്യ ഇവിടെ കൊണ്ടു ഇല്ല ഞാൻ ക്രിക്കറ്റ് കളിയുടെ പോലെ നീക്ക് അവന് തൊന്തരം കൊണ്ടാണ് പോ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ. അതേ രീതിയിൽ പറഞ്ഞു വിട്ടു ഞങ്ങളെ. പക്ഷേ ഇത് ചെന്ന വിവരം അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവനോട്. അമ്മയ്ക്ക് താല്പര്യം, അമ്മ ഇങ്ങനെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് പറഞ്ഞതായിരിക്കും സൂര്യ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്നു, മദ്രാസിൽ അശോകിൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് സൂര്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ സൂര്യ ഇരിക്കുന്നില്ല. കാരണം സൂര്യക്ക് പടത്തിൽ അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ വന്ന പടമാണ്. ആ ഒറ്റ പടത്തിൽ വിജയ്ക്ക് ഈക്വലല്ലേ പടം കൊണ്ട് സൂര്യ എവിടെയോ പോയി. അപ്പം അത് ഒരു നിമിത്തം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അഴകിയ തമിഴിലേക്ക് ഇത് കാരണമാണ് ഒരു ഡേറ്റ് തന്നതും. പക്ഷേ ഞാൻ ഇവിടെ നീ വിജയുടെ അടുത്ത് ആ ഉത്തരത്തിലേക്ക് വരാനുള്ള വഴിയോട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ വിജയ് സന്തോഷമായിട്ട് പറയും വിജയ് എനിക്കൊരു ഡേറ്റ് കൂടി തന്നു സാർ. എന്തെങ്കിലും എപ്പോൾ വേണേ പറഞ്ഞാൽ സാർ നീ കേട്ടാൽ പോകുന്നു ഞാൻ റെഡി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായില്ലേ അന്ന് ഭയങ്കര. കാരണം ഞാൻ അതിന് മുമ്പ് ഒരു കഥയും ഉണ്ട്. കാതിരിക്കാൻ മര്യാദയിൽ വിജയുടെ ശമ്പളം 17 ലക്ഷമാണ് ശ്രീഗുരുവിന് കൊടുത്തത്. ഞാൻ അന്ന് പറഞ്ഞു ഈ ഇത് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം 1 കോടിയാവും വിജയ് എന്ന് പറഞ്ഞു. വിജയ് എന്നതിൻ്റെ കാര്യം സാർ 50 ലാക്സ് കിടച്ചാൽ പോകുന്ന വിജയ് പറഞ്ഞു. അത് കഴിഞ്ഞ പടത്തിന് 1 കാലം മേടിച്ചത്. എൻ്റെ പടത്തിന് ഫ്രണ്ട്സിന് വന്നപ്പോൾ 2 അപ്പോൾ ഞാൻ 2 എനിക്ക് കുറച്ച് കമ്മി കൊണ്ടാൽ കാരണം ഈ പടം ഹിറ്റാണ്. ഓക്കെ സാർ നമുക്ക് കമ്മി കൊണ്ടാൽ മതി. അപ്പോൾ ഈ അഴകതമേന സമയത്ത് വിജയ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 8-9 മറ്റായി. പക്ഷേ എന്നോട് അദ്ദേഹത്തിന് 7 രൂപ മേടിച്ചു. അപ്പോൾ ഒരു റെസ്പെക്റ്റാണ്. അങ്ങനെ ഒന്ന് ഞാനിവിടുന്ന് ഒരുപാട് നമ്മുടെ ഞാൻ ചെയ്ത് പടമാണല്ലോ ജോഷി സംവിധാനം ചെയ്ത പടം സ്പിരിറ്റ് കിടത്തുന്ന റൺവേയുടെ പ്രിന്റ് കൊണ്ട് ഞാൻ കാണിച്ചു റിമേക്ക് ചെയ്യാൻ വേണ്ടി. റൺവേയുടെ പ്രിന്റ് കൊണ്ട് എന്നിട്ട് ഞാൻ റിലീസ് ചെയ്ത പടം ജോഷിയുടെ ചെയ്ത പടം. വിജയുടെ അപ്പൻ, വിജയുടെ അമ്മ, വിജയുടെ ഭാര്യ, ഞാനോ ഇതൊക്കെ ഉണ്ട് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ സിദ്ദീഖിനെ കൊണ്ട് ജയിക്കാമല്ലോ റൺവേ ചെയ്താൽ കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് റൺവേ കണ്ടപ്പോൾ വിജയ്ക്ക് പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ ആ റൺവേ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിവിടുന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയി കഥ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. തമിഴിൽ ഇപ്പം പറഞ്ഞ ചേരൻ അഡ്വാൻസ് കൊടുത്തു, മഹാരാജൻ അഡ്വാൻസ് കൊടുത്തു, SJ സൂര്യക്ക് അഡ്വാൻസ് കൊടുത്തു. ഈ വിജയ് ഓരോ ഇന്ന സാർ അന്ത ഡയറക്ടർ ഓക്കെ. SJ സൂര്യ വന്നിട്ട് കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല. മഹാരാജൻ വന്നൊരു കഥ പറഞ്ഞു. അന്നൊക്കെ അവരൊക്കെ തിളങ്ങി നിന്നിട്ടായിരുന്നത്. ചേരൻ്റെ ഇവിടെ നിന്ന് ചേരൻ വന്ന ഷൂട്ട്. അവസാനം ഞാൻ പറഞ്ഞു വിജയ് സാർ
നീங்களே ഒരു ഡയറക്ടർ വെക്കും, ഞാൻ പ്രൊഡ്യൂസ് പണില്ല ഉങ്ക ഇഷ്ടത്തിനാണ് അപ്പടിയാ ഓക്കെ. അങ്ങനെ പറഞ്ഞ പുള്ളി കൊണ്ടുവന്നതാണ് ഭരതൻ എന്ന് പറയുന്ന തെലുങ്കിൽ ബംഗാരം ചെയ്ത ഒരു അതിൻ്റെ റൈറ്ററായിരുന്നു, അയാളെ ഡയറക്ടറായി. അങ്ങനെ വന്ന പടമാണ് ഈ അഴകേതമാണ്. അഴകേതമനം ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റൊക്കെ തന്നു, അതിലൊന്നും കുഴപ്പമില്ല. എപ്പോൾ തന്നാലും നീലാങ്കര വീട്ടിൽ വിജയനെ ചെന്നാൽ കാണാം, കുഴപ്പമൊന്നും. വളരെ ഫ്രണ്ട്ലിയാണ്. പുള്ളിയുടെ മാനേജർ രാജേന്ദ്രൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കാണാൻ പറ്റും ചെല്ലാൻ. വിജയ് ഡേറ്റ് എല്ലാം ഓക്കെ ആക്കി, ഷൂട്ടിങ്ങിനെല്ലാം ബാക്കി ഹീറോയിനെ വേണമെന്ന് പറഞ്ഞു, ശ്രേയാശരം വേണമെന്ന് പറഞ്ഞു, ബോംബെയാണ്, 55 ലക്ഷം രൂപ ശരാശരം. അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന ഡേറ്റും ഒക്കെ വെച്ച് കഴിഞ്ഞ് വിജയ് അപ്പം മ്യൂസിക് ഡയറക്ടറെ മാത്രം ഫിക്സ് ചെയ്തിട്ടില്ല. വിജയ് ഡേറ്റൊക്കെ ഓക്കെ ആയിട്ട് എന്നോട് വളരെ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ അടുത്തിരുത്തി പതുക്കെ എൻ്റെ കാലിൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ട് വിജയ് എന്നോട് പറയാം, സാർ ഇത് കറക്റ്റ് കാര്യങ്ങളാട്ടോ ഞാൻ പറയാം, എന്നാൽ ഒട്ടും അതിശോക്തിയല്ല സാർ, എനിക്കൊരു ചിന്ന ആശയായിരുന്നു സാർ. അപ്പോൾ ചിന്ന ആശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി, ഒന്നെങ്കിൽ ഇത് ഡേറ്റ് തള്ളിപ്പോകുമല്ലോ ദൈവമേ. കാരണം നമ്മളിതെല്ലാം വെച്ചിട്ട് ഫൈനാൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക, നടന്നിട്ടില്ലെങ്കിൽ. കാരണം ഇവിടുന്ന് കുറേ നടക്കാൻ തുടങ്ങി. ഇനി ഏതൊരു ഡയറക്ടറെ പിടിക്കാനായിരിക്കും പറയുക, അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കും. കുറേ പൈസ പോയേ ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട്. സുനിൽ തമ്പി അപ്പോഴത്തേക്ക് എൻ്റെ പുള്ളി പറഞ്ഞു, AR റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ നാട് വെക്കലാമ. അതായത് ഈ സിനിമയ്ക്ക് AR റഹ്മാനെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യണമെന്നാണ് നമുക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. സിനിമ സ്റ്റൈലിലേ പറയുള്ളൂ, വളരെ ലളിതമായിട്ട് AR റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ ഒന്ന് ആട വെക്കലാമ. വേറൊരു മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ മതി. വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ തന്നിരിക്കുന്ന ഇളരാജയൊക്കെ ആണെങ്കിൽ തന്നു. പക്ഷേ AR റഹ്മാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, നമുക്ക് പൈസ എവിടെയെങ്കിലും കടം വാങ്ങിയാൽ മറുപടി തരും. എത്ര ചോദിച്ചാലും എനിക്ക് ദിവസമായിട്ട് മദ്രാസിൽ മാറും. പക്ഷേ ഈ ശങ്കറിനും മണിരത്നത്തിനും മാത്രമേ തമിഴിൽ AR റഹ്മാൻ ചെയ്യുള്ളൂ. ശങ്കർ മണിരത്നം ഹിന്ദിയിൽ വേറെ ചെയ്യും, ഹിന്ദിയിൽ. അപ്പോൾ ഈ ശങ്കറും എല്ലാം മണിരത്നം, ഇത് ഭരതൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറല്ലേ, എങ്ങനെ പോയി ചോദിക്കും? അവർക്ക് ഈ മ്യൂസിക് ഡയറക്ടർ നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ആരും ഒരു ശങ്കർ മണിരത്നം ചെയ്യും, ഒരു ടോപ്പല്ലേ. അപ്പോൾ എനിക്ക് പണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ദിലീപായിരുന്നല്ലോ, ദിലീപ് എന്നാണ് മലയാളി. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു പാട്ടിന് ഈ കീബോർഡ് വന്നപ്പോൾ റീൽക്കാർഡ് വായിക്കാൻ വേണ്ടി വന്ന ചെറിയൊരു പരിചയമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറുടെ ഫോൺ നമ്പർ എടുത്ത് സ്വാമി എന്ന് പറയുന്നത്, സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻറ്റ് മേടിച്ച് വൈകുന്നേരം പോയി കണ്ടപ്പോൾ റഹ്മാൻ എടുത്തിട്ട്, അയ്യോ എന്നെ ഇവിടെ താങ്ങാൻ முடியாது, എൻ്റെ സാലറി உங்களுக்கு താങ്ങ முடியாது, അതായത് എൻ്റെ ശമ്പളം നിങ്ങൾക്ക് താങ്ങാൻ முடியாது, അത് പറ്റില്ല സാർ. മണിരത്നം സാർ, ശങ്കർ സാർ, തമിഴിൽ ഞാൻ വേറെ ആർക്കും ഇല്ല. പുള്ളിനെ നടക്കില്ലാന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാലും പുള്ളിക്ക് സാർ സാലറി പ്രശ്നം പണ വേണ്ട സാർ, ഞാൻ തരാം. ഇത് അവിടെ ഞാൻ കുറച്ച് എൻ്റെതായ ഭവ്യതയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിക്കും. അപ്പോൾ അയാൾ പണലാന്നുള്ള രീതിയിലാക്കി. അങ്ങനെ പറഞ്ഞ് ശമ്പളം ഹിന്ദിയിൽ അദ്ദേഹം 2 കോടിയാണ് മേടിക്കുന്നത്. അപ്പം എൻ്റെ ശമ്പളം എവിടെ നിങ്ങൾക്ക് தெரியுമോന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കോടി. സാർ അത് ഹിന്ദിയല്ലേ സാർ, ഹിന്ദിയല്ലേ, തമിഴ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ചെയ്തു തന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് വിജയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനത് ഫിക്സ് ചെയ്തു എന്ന് വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ്ക്ക് സത്യം ഞാൻ പറഞ്ഞു, വിജയ്ക്ക് വിശ്വാസമില്ല. ഞാനെന്തോ വേറെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമായില്ല. കാരണം നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് 2 ദിവസം വന്നു കഴിഞ്ഞാൽ സാർ AR റഹ്മാൻ ഒക്കെ പണിയാച്ചെന്ന് പറയുമ്പോൾ AR റഹ്മാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം നേരം നടക്കുകയില്ല. പുള്ളി ഡേറ്റ് എടുത്ത് മാറ്റും ഉറപ്പ്. ആ ഒരു ഇതിലാ പുള്ളിയോട് പറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിൽ ഒരു ശരീരഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രസൻറ്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ല വേറൊരു ആളാണ് ഈ പുള്ളി. ഈ പുള്ളിയെടുത്ത് നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ. അത് പവർഫുൾ മാനാണ് വിജയ്, പവർഫുള്ളാണ്. തീരുമാനിച്ചത് അത് വേറെ യാതൊരു കാര്യമില്ല. എത്രയും ശക്തി വന്നോട്ടെ, എത്ര പവർഫുൾ. നമ്മൾ സിനിമ കാണുന്ന പവർഫുൾ മാൻ തന്നെ. അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രം പോലുള്ള പവർഫുൾ നല്ല മനുഷ്യനാണ്, വളരെ വളരെ നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് 2 ഡേറ്റ് തന്നില്ലേ, എന്തിന് എന്നെ ചേർത്തുന്നത്? അത് ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കി. ഇപ്പം ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയില്ല, ഞാൻ അഭിനന്ദ സാർ സോറി സാർ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. വേറെ കാര്യമില്ല. പുള്ളി ഇപ്പോൾ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ പോകുക, അത് കാരണം ഒരുപാട്. അപ്പോൾ എന്നിട്ട് ഈ പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. അടുത്ത ചോദ്യമാണ് വിജയ് എന്നോട് ചോദിക്കുന്നത്, സാർ
നമുക്ക് റഹ്മാൻ സാർ കൂടെ ഒരു ഫോട്ടോ എടുക്കലാമോ? നമുക്ക് റഹ്മാൻ സാറിൻ്റെ കൂടെ നാളെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. ഫിക്സ് ചെയ്ത ഫോട്ടോ എടുക്കാമല്ലോ, ഫിക്സ് ചെയ്താൽ. അങ്ങനെ വേറെ ഞാൻ ഇപ്പം സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഹീറോയും ഞാനിവിടെ ഒരു ഫോട്ടോ വേണമെന്ന് വിജയ് സാർ പറഞ്ഞു. അവർക്ക് ഞങ്ങൾ പിന്നെ ഞാനും വിജയ് പോയിട്ട് ഡയറക്ടറെ കൂടെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഷെയ്ഖാൻ്റെ കൊടുത്തപ്പോഴാണ് വിജയ്ക്ക് ഉറപ്പായി. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഇനിയും ഒരു കാര്യം കൂടെ അതിലൂടെ പറയാം, അതിനെ പറഞ്ഞാൽ നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. അങ്ങനെ വന്നതാണ് അഴകിയ തമിഴ് മകൻ. അഴകിയ തമിഴ് അങ്ങനെ വന്നതാണ്. എനിക്ക് ലാഭം കിട്ടിയ പടം കേട്ടോ, എനിക്ക് ലാഭം കിട്ടിയ പടം. അതാ ഡയറക്ടർ, അവിടെയാണ് ഞാൻ തീരുന്നത്. ഡയറക്ടറിൽ സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല. ഷൂട്ടിംഗ് സമയത്ത് വരും. ഞാൻ വിഷമിച്ച് ശരിക്കും പോയി. 200 ദിവസം മറ്റോ ഷൂട്ട് ചെയ്തു. ഒരു 110 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയില്ല. കാരണം ഇത് കാണാൻ പറ്റുന്നില്ല. മാനേജ് പൈസ കൊടുത്തോട്ടെന്ന് ചോദിച്ചു. പൈസ കൊടുത്തു. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിലാണ് ഉണ്ടാക്കി തിയേറ്ററിലേക്ക് പോകുന്നു. അപ്പോൾ അത് സൂര്യയ്ക്ക് അറിയാം, അല്ല വിജയ്ക്ക് അറിയാം. പക്ഷേ വിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിജയ് പറഞ്ഞിട്ടില്ല വെച്ചത്, വിജയ് വെച്ചിട്ട് വെച്ചത്. ഇങ്ങനെയാണ് അതിൻ്റെ റിലീസിൻ്റെ നമ്മളിപ്പം ജൂലൈ 12-ാം തീയതി ഇന്ത്യൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നീട്ടി അതിൻ്റെ ഒരു ഇത് അനുസരിച്ച് ജൂലൈയിൽ എന്തായാലും റിലീസ് കാണും. അതാണ് അല്ല, അത് അന്നേരത്തെ നമ്മളിപ്പം അന്നത്തെ സമയത്ത് ഇതുപോലെ മാക്സിമം തിയേറ്ററുകൾ അതുമല്ല കഴിയുന്ന ഞങ്ങൾ ഈ 4K അറ്റ്മോസുള്ള തിയേറ്റർ എന്നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പടികം നമ്മൾ ഈ 5.1-ഉം 7.1-ഉള്ള തിയേറ്ററിൽ കൊടുത്തപ്പോഴേ ആ ഒരു സുഖം കിട്ടി. അറ്റ്മോസുള്ള തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 7.1-ഉള്ള തിയേറ്ററിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. Oh.